ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് തട്ടിൻ്റെ അവസ്ഥകളാണ് കേട്ടോ. ഇതിങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ താഴത്ത് എന്തായിരിക്കും അവസ്ഥ എന്നും കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കണ്ട താഴത്തെ അവസ്ഥയാണ്. മുകളിൽ അത്രയും പായലും അഴുക്കും വന്ന് കിടന്നിട്ട് താഴത്ത് കംപ്ലീറ്റ് ലീക്ക് വന്ന് അടിയിൽ നിന്ന് കംപ്ലീറ്റും പൊളിഞ്ഞു പോന്നിരിക്കുകയാണ്. ഇനി ഇതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് കാണണം കേട്ടോ. എന്നാലേ ലീക്ക് എങ്ങനെ മാറ്റുമെന്ന് മാത്രമല്ല അടിയിൽ നിന്ന് പൊളിഞ്ഞ ഭാഗം കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ലീക്ക് വന്ന് താഴത്തുനിന്ന് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. കമ്പിയെല്ലാം കാണാം. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ കെമിക്കല് കമ്പി തുരുമ്പെടുക്കാണ്ടിരിക്കാനും വേണ്ടി കംപ്ലീറ്റ് കെമിക്കൽ അടിക്കുകയാണ്. അടിച്ചു കഴിഞ്ഞിട്ട് അത് കെമിക്കൽ ഇട്ടിട്ടാണ് നമ്മൾ ഫുൾ അടിയിൽ നിന്ന് പ്ലാസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് റബ്ബർ പാലിൻ്റെ പശടിങ്ങിയ കെമിക്കലാണ്. ഇതിട്ടിട്ടാണ് നമ്മൾ സിമെൻറ്റിലും കെമിക്കലിലും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് അടിയിൽ നിന്ന് പൊളിഞ്ഞ ഭാഗം കംപ്ലീറ്റും പ്ലാസ്റ്റ് ചെയ്ത് റെഡിയാക്കും. ഇത് നിങ്ങളുടെ എക്സ്ട്രാ വർക്കും കൂടിയാണ് കേട്ടോ. മുകളിലെ വർക്ക് കൂടാതെ താഴത്തും കൂടി അവർക്കത് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ താഴത്തുനിന്ന് കംപ്ലീറ്റും കെമിക്കലിട്ട് പ്ലാസ്റ്റ് ചെയ്ത് താഴത്തെ പ്രോബ്ലങ്ങളും മാറ്റി കൊടുത്തതാണ്. മേൽഭാഗത്ത് നമ്മൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ശേഷം പിന്നെ നമ്മൾ ക്രാക്ക് കട്ടിയിലും കഴിഞ്ഞ് ക്രാക്ക് കംപ്ലീറ്റ് കെമിക്കലിട്ട് അടയ്ക്കുകയാണ്. ക്രാക്ക് കഴിഞ്ഞാലാണ് ഇനി അടുത്ത് നമ്മൾ കംപ്ലീറ്റ് കോട്ടിങ് വരുന്നത്. ഒരുപാട് ക്രാക്ക് ഉണ്ട് ഇവിടെ. നമ്മളൊക്കെ അതിസാഹസ്യമായിട്ടാണ് ഇവിടുത്തെ വർക്കുകളൊക്കെ ചെയ്ത് തീർത്തത്. പറയാണ്ടിരിക്കാൻ വയ്യ. നമ്മളതേ താടിക്കാരൻ നമ്മളെ വർക്കൊക്കെ ചെയ്യാനായിട്ട് ഗ്ലൗസൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് കോട്ട് തുടങ്ങാൻ പോവുകയാണേ. നമ്മൾ സെക്കൻഡ് കോട്ട് അടിക്കുന്ന വീഡിയോ ഇതിലെടുത്തിട്ടില്ല. ഫസ്റ്റ് കോട്ടും സെക്കൻഡ് കോട്ടും അടി കഴിഞ്ഞിട്ട് തട്ടിൻ്റെ ഇപ്പോൾ മുമ്പത്തെ അവസ്ഥ കണ്ടില്ലേ, മേളിൽ നോക്കിയേ. ഈ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ തട്ട് പുതിയതുപോലെ തട്ട് നല്ല പക്ക പുതിയതായി. ഇതിപ്പോൾ സമയം ഉച്ചയ്ക്ക് 2 മണിയാണ്. ഈ 2 മണിക്കൊക്കെ നമുക്ക് ചെരുപ്പില്ലാണ്ട് ഒരിക്കലും ഒരു തട്ടിൻ്റെ മുകളിൽ ചവിട്ടി നടക്കാൻ കഴിയില്ല. ഇവർ കണ്ടില്ലേ തട്ടിൻ്റെ പൊക്കത്ത് കയറി ഇരിക്കുകയാണ്. കാരണം ഈ അടിയിൽ ചൂടെന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. കാല് പൊള്ളൂല, ചൂടുണ്ടാവില്ല. മേളിൽ നിന്നുള്ള ചൂട് അത് നമുക്കടിക്കും. അതല്ലാതെ ഇത് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴത്ത് ചൂടെന്ന് പറഞ്ഞ സംഭവമില്ല. ലീക്കും മാത്രമല്ല നിങ്ങൾക്ക് മാറുന്നത്, ചൂടും ഉണ്ടാവില്ല. ചെരുപ്പില്ലാതെ ടെറസിൻ്റെ മേളിൽ ചവിട്ടി നടക്കാൻ കഴിയും നിങ്ങൾക്ക്. ഇതണ്ടില്ലേ ഇത്ര സിമ്പിളായിട്ടാണ് ചെരുപ്പില്ലാതെ ചവിട്ടി പോണത്. കാരണം ചൂടില്ല, അവിടെ തീരെ ചൂടില്ല. നമുക്ക് എത്ര വേണമെങ്കിലും തട്ടിയിൽ ചെരുപ്പില്ലാണ്ട് നമുക്ക് നടക്കാൻ കഴിയും. ചൂടെന്ന് പറഞ്ഞ സംഭവമേ ഉണ്ടാവില്ല.
ഈ വർക്ക് നിങ്ങൾ ചെയ്തിരിക്കുന്നത് മാവേലിക്കരയിലാണ്. കേരളത്തിൽ എവിടെയും വന്ന് ചെയ്യുന്നതാണ്. വന്ന് നോക്കുന്നതിന് നമുക്ക് ചെറിയൊരു ട്രാവലിംഗ് കാശ് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്ത വീഡിയോ ഉടൻ തന്നെ ഉണ്ടാവുന്നതാണ്.